പണ്ടൊരിക്കൽ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? ഫുട്ബോൾ വേൾഡിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്ലെയർ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ മത്സരത്തിൽ ഗോളടിക്കാത്ത ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരിക്കും എന്നുള്ളതായിരുന്നു. പുള്ളി ഇത് പറഞ്ഞിട്ട് വർഷങ്ങൾ ഒരുപാടായെങ്കിലും ഇതിലിപ്പോഴും വലിയ മാറ്റമൊന്നുമില്ലല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള 2 ഗോളുകളാണ് CR7 അടിച്ചിരിക്കുന്നത്. എന്തൊക്കെ വിമർശനങ്ങളായിരുന്നു. യെസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ് ബാക്ക്, പോർച്ചുഗൽ ഇസ് ബാക്ക്. 5 ഗോളിന്റെ തകർപ്പൻ വിജയത്തിൽ ഉസ്ബെക്കിസ്ഥാനെ മുക്കിയിരിക്കുകയാണ് പറങ്കിപ്പട. കളിയുടെ 6-ാം മിനിറ്റിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു അത്യുഗ്രൻ ഫിനിഷിംഗിലൂടെയാണ് പോർച്ചുഗൽ ലീഡ് പിടിക്കുന്നത്. പിന്നീട് മത്സരത്തിന്റെ 39-ാം മിനിറ്റിലും ഗോളടിച്ചുകൊണ്ട് CR7 തന്റെ ബ്രേസ് പൂർത്തിയാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യ ഗോൾ വന്നപ്പോൾ തന്നെ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ 6 വേൾഡ് കപ്പുകളിൽ ഗോളടിക്കുന്ന ആദ്യ താരമെന്ന ലോക റെക്കോർഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും മത്സരത്തിന്റെ 17-ാം മിനിറ്റിൽ ന്യൂനോ മെൻഡസിന്റെ ഒരു തകർപ്പൻ ഫ്രീ കിക്ക് ഗോൾ കൂടി വന്നതോടുകൂടി കളിയുടെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ 3-0 പോർച്ചുഗൽ ലീഡ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതോടുകൂടി തന്നെ പിന്നീട് ഇനി എത്ര ഗോളായിരിക്കും പോർച്ചുഗൽ ഇനി ഉസ്ബെക്കിസ്ഥാന്റെ വലയിലേക്ക് വീണ്ടും അടിക്കാൻ പോകുന്നതെന്നുള്ള ത്രില്ലോടുകൂടിയാണ് കളി കാണാനിരുന്നതും. പിന്നീട് 60-ാം മിനിറ്റിൽ ഉസ്ബെക്കിസ്ഥാൻ താരത്തിന്റെ ഓൺ ഗോൾ പിറക്കുന്നു. അവസാന നിമിഷങ്ങളിൽ 87-ാം മിനിറ്റിൽ റാഫേൽ ലിയാവോ കൂടി ഗോളടിച്ചതോടുകൂടി പോർച്ചുഗൽ 5 എന്നുള്ള വലിയ സ്കോർ ലൈനിൽ തന്നെ തകർപ്പൻ വിജയം സ്വന്തമാക്കുകയായിരുന്നു. ഏതായാലും കഴിഞ്ഞ കളിയിലുണ്ടായ ക്ഷീണമൊക്കെ ഈ ഒരു മത്സരത്തിലൂടെ പോർച്ചുഗൽ മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കളിയാണ് ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്നതും. പോർച്ചുഗൽ ടീം എൻറ്റയർലി പുട്ടിംഗ് എ ഷോ ആണെന്നുള്ളതാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയാനുള്ളതും. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും പൊളിച്ചടിക്കൊരു മത്സരമായിരുന്നു. CR7 ബ്രേസ് കണ്ട് ആവേശത്തിലാണ് ആരാധകരുള്ളതും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.